ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. തണുപ്പ് കാലം വന്നു തുടങ്ങിയാൽ നമ്മുടെ ശരീരത്തിന് പല പല അസുഖങ്ങളും വന്നു തുടങ്ങും. ഈ ഒരു അസുഖങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാർന്നന്മാര് കർക്കിടക മാസത്തിൽ നമുക്ക് പലതരം മരുന്നുകളും ലേഹ്യങ്ങളൊക്കെ തയ്യാറാക്കി തന്നുകൊണ്ടിരുന്നതും. തണുപ്പ് കാലങ്ങളിലെ കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ വയറിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നിലനിർത്താനും വയറിനുണ്ടാകുന്ന ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവുകൾ കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും കണ്ണിനും തലമുടിക്കും ഒക്കെ വിശേഷപ്പെട്ട ഒന്നാണ് നെല്ലിക്ക. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ 2 നെല്ലിക്ക നിത്യവും ശീലിക്കുകയാണെങ്കിൽ പല അസുഖങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതുമാണ്. പോഷക ഗുണങ്ങളുടെയും ഔഷധ മൂല്യങ്ങളുടെയും ഒരു കലവറ തന്നെയാണ് ഈ ഒരു ലേഹ്യം. നിത്യവും അത്താഴത്തിന് ശേഷം 1 സ്പൂൺ അളവിൽ കഴിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഗുണങ്ങളടങ്ങിയ നല്ലൊരു ലേഹ്യം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു മായവും കലർത്താതെ നമ്മുടെ കൈകൊണ്ട് തന്നെ നല്ലൊരു ലേഹ്യം തയ്യാറാക്കാം. ഞാനിന്ന് കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു അളവുകള് 2 പേർക്ക് ഒരു 15 ദിവസം ഓരോ സ്പൂൺ വീതം കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ്. നല്ലൊരു നെല്ലിക്ക ലേഹ്യത്തിന്റെ പാചകം പഠിക്കുന്നതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടൊന്ന് ചേച്ചി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നെല്ലിക്ക ലേഹ്യം തയ്യാറാക്കാൻ പോവാം. നമുക്കിനി നെല്ലിക്ക ലേഹ്യം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/2 കിലോ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക വേണം എടുക്കാനായിട്ടും. നെല്ലിക്ക നല്ലതുപോലെ കഴുകി ഇതിന്റെ വെള്ളമെല്ലാം തുടച്ചു വെച്ചിരിക്കുവാണ്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക നമുക്കൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നെല്ലിക്ക വേവിച്ചെടുക്കുന്നതിനായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് അളവില് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിനെ ഒന്ന് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ആവി വന്നു തുടങ്ങുമ്പോൾ ഇതിന്റെ വെയിറ്റ് കൂടെ ഇട്ടിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5 വിസിലിന് ശേഷം കുക്കർ അടപ്പിൽ നിന്ന് മാറ്റുവാണ്. കുറച്ച് മസാലകളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ട് 1 ടീസ്പൂൺ അളവില് നല്ല ജീരകം, 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം, 6 ഏലക്ക, 6 കറിയാമ്പൂ, 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 കഷ്ണം ചുക്ക്, 2 കൊച്ചു കഷ്ണം ജാതിക്കയും, 2 ഇതള് തക്കോലവും, 3 തിപ്പലി കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ പാനിന്റെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. മസാലകള് നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം പൊട്ടി തുടങ്ങും. ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തണുത്ത് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് പൊടിച്ചുകൂടെ വെക്കണം. മസാലകളൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയപ്പോഴേക്കും നമ്മുടെ കുക്കറിന്റെ എയറെല്ലാം പോയി തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ നെല്ലിക്ക ഇതേ ഒരു പാകത്തിലേക്കാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഇനി നെല്ലിക്ക നല്ലതുപോലെ തണുത്ത് വരുമ്പോൾ നമുക്ക് ഇതിന്റെ കുരുവും കൂടി എടുത്തു മാറ്റാം. ഇവിടെ എല്ലാ നെല്ലിക്കയുടെയും കുരുവെല്ലാം എന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചും കൂടി എടുക്കാം. നെല്ലിക്കയിലെ കുറച്ച് വെള്ളമുണ്ട്. ആ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ നെല്ലിക്കയുടെ ചൂടെല്ലാം ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചുകൂടി എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് പനഞ്ചക്കരയാണ്. ഞാനിവിടെ 1/2 കിലോ നെല്ലിക്കയ്ക്ക് 1/2 കിലോ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പനഞ്ചക്കര എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ലേഹ്യമൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ചക്കരയാണ് നമുക്ക് ആവശ്യം. ഇതുപോലെ തന്നെ ഈ ഒരു ചക്കരയെ കരിപ്പെട്ടി എന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കരിപ്പെട്ടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ശർക്കര എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കരയെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ചക്കര ഉരുക്കിയെടുക്കാൻ സാധിക്കും. അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താണ് തിളപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചക്കരപ്പാനി നല്ലതുപോലെ കട്ടകളെല്ലാം മാറി നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്നുകൂടി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ചക്കരപ്പാനി അടുപ്പിൽ നിന്നും മാറ്റിയതിന് ശേഷം ലേഹ്യം തയ്യാറാക്കാനുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി ചൂടായി വന്ന സമയം കൊണ്ട് നമ്മുടെ നെല്ലിക്കയും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടായി വന്ന ഉരുളിയിലേക്ക് 50 ഗ്രാം അളവില് നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നെയ്യിപ്പോൾ നല്ലവണ്ണം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത നെല്ലിക്കയാണ് ചേർക്കേണ്ടത്. നെല്ലിക്ക ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കയ്യിൽ ഉപയോഗിച്ച് നല്ലതുപോലെ അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ലേഹ്യമൊക്കെ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ചുവട് കട്ടിയുള്ള ഉരുളിയോ അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള പാത്രമോ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലേഹ്യം ഇളക്കുന്ന കയ്യിലിന് കുറച്ച് നീളമുള്ളത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്കൊക്കെ പൊട്ടി വീഴാനൊക്കെ സാധ്യതയുണ്ട്. നമ്മുടെ കൈ നല്ലവണ്ണം പൊള്ളാനൊക്കെ സാധ്യത കൂടുതലാണ്. ഉരുളിയിലേക്ക് മാറ്റിയ നെല്ലിക്ക നല്ലതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയാൽ
പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ ഉരുക്കി വെച്ചിട്ടുള്ള ചക്കരപ്പാനിയാണ്. ചക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടും. ഇതിൽ ചക്കരയിലുള്ള മണ്ണും കല്ലും ഒക്കെ നമ്മുടെ ലേഹ്യത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ചക്കരപ്പാനിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അരച്ചെടുത്ത നെല്ലിക്കയും ചക്കരപ്പാനിയും കൂടി ചേർന്ന് നല്ലതുപോലെ തിളച്ചൊന്ന് വറ്റി ഒന്ന് കുറുക്കി വരുന്ന പാകമാക്കിയെടുക്കണം. അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതും. ലേഹ്യമൊക്കെ തയ്യാറാക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം തയ്യാറാക്കാനായിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ലേഹ്യം തുള്ളി തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് തെറിച്ച് വീഴാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ലേഹ്യം നല്ലതുപോലെ തിളച്ചൊന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ധാരാളം പതയെല്ലാം ഉണ്ട്. ഈ ഒരു പതയെല്ലാം ഒന്ന് പൊട്ടി വരണം. ഇനി നമ്മുടെ നെല്ലിക്കയുടെ പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ലേഹ്യം വിരകിയെടുക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. നല്ലൊരു ലേഹ്യം തയ്യാറാക്കാനായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഒരു തുള്ളി പോലും മായമില്ലാത്ത ലേഹ്യം നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ലേഹ്യം പതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലേക്കാണ് ആയി കിട്ടിയിട്ടുള്ളത്. ലേഹ്യം ഉണ്ടാക്കുന്ന ഓരോ സ്റ്റേജുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. ഇപ്പോൾ കയ്യിൽ കോരി ഒഴിച്ചാൽ നല്ല ലൂസായിട്ട് തന്നെയാണ് വീണുകൊണ്ടിരിക്കുന്നത്. ലേഹ്യം തയ്യാറാക്കി തുടങ്ങുമ്പോൾ നമ്മുടെ ലേഹ്യത്തിൻ്റെ ഓരോ പാകവും നമ്മുടെ കയ്യിൽ ഇതുപോലെ കോരി ഒഴിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലേഹ്യം ഇതേ ഒരു പാകത്തിലേക്കൊന്നായി കിട്ടിയിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ, നല്ലവണ്ണം തന്നെ ഒന്ന് കുറുകി കിട്ടണം. ഒരു 10 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ലേഹ്യം ഒന്നുകൂടെ കട്ടിയായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ ഒന്ന് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിനാണ് ഒന്ന് താഴേക്ക് വീഴുന്നത്. വീണ്ടും നമുക്ക് ചെറിയ തീയിൽ വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ലേഹ്യം ഇതേ ഒരു പാകത്തിലേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒന്നുകൂടെ വറ്റി കുറുക്കിയെടുക്കണം. അതുവരെയും നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ലേഹ്യം ഇളക്കാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തവിയിലൊന്ന് കോരി നോക്കിയാൽ ഇതേ ഒരു പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. വീണ്ടും നല്ലതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇപ്പോൾ ലേഹ്യം തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ലേഹ്യം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉരുളിയുടെ അടിഭാഗമൊക്കെ ഒന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ കോരി ഒഴിച്ചപ്പോൾ ഒന്ന് മുറിഞ്ഞു വീഴുന്ന പാകത്തിലേക്കായിട്ടുമുണ്ട്. ലേഹ്യം പാകമായി തുടങ്ങുമ്പോൾ നടുഭാഗത്തു കൂടെ ഇതുപോലെ വരച്ച് നോക്കിയാൽ പെട്ടെന്ന് തന്നെ കൂടിച്ചേരുവാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് പാകമായി കിട്ടേണ്ടതുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടെ മാത്രം ലേഹ്യം തയ്യാറാക്കിയെടുത്താൽ മതിയാകും. ഒരുവിധമൊക്കെ ഒന്ന് പാകമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലേഹ്യം തവിയിൽ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ താഴേക്ക് കുറച്ച് സ്ലോ ആയിട്ടാണ് താഴേക്ക് മുറിഞ്ഞു വീഴുന്നത്. താഴേക്ക് സ്ലോ ആയിട്ട് മുറിഞ്ഞു വീഴാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നടുഭാഗത്തു കൂടെ വരച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് വന്ന് കൂടി ചേരുന്നതും. ഈ ഒരു പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലേഹ്യം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് മാറ്റി വെച്ചിട്ടില്ല ഈ ഒരു പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പാനിന്റെ ചൂടൊന്ന് ആറി കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഉരുളിയുടെ ചൂട് കൊണ്ട് ലേഹ്യം നല്ലപോലെ മുരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ലേഹ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലേഹ്യത്തിനെ മറ്റൊരു പാത്രത്തിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ നല്ലൊരു നെല്ലിക്ക ലേഹ്യം തയ്യാറാക്കി എടുക്കാനായിട്ടും മായവും ചേരാതെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോള്, പ്രഷർ അങ്ങനെയുള്ള എല്ലാവർക്കും ഈ ഒരു ലേഹ്യം കഴിക്കാവുന്നതുമാണ്. നമ്മൾ ഈ ലേഹ്യത്തിലേക്ക് ചേർത്തിട്ടുള്ള ചക്കരയുടെ അളവ് കറക്റ്റ് പാകമാണ്. ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും മറ്റുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കും ഈ ഒരു മധുരം തന്നെ കഴിച്ചാൽ മതിയാകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലേഹ്യം തയ്യാറാക്കുന്നതെങ്കിൽ ഒരു ലേഹ്യത്തിന്റെ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേൻ കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.